ഹായ് ഗായ്സ്, അങ്ങനെ അവസാനം നമ്മുടെ ഓണം എക്സാം ടൈം ടേബിൾ അറ്റ് ലാസ്റ്റ് നമ്മുടെ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. കറക്റ്റ് ഞാൻ പറഞ്ഞ ഡേറ്റ് തന്നെയാണ്. ഞാൻ 13th എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ചേച്ചി 10th തീയതിയാണെന്ന്. എനിവേ 13th എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് കുട്ടികളാണ് മെസ്സേജ് അയച്ചത്, ചേച്ചി എന്ത് ചെയ്യണം എന്നറിയില്ല, കാരണം ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ലെന്നാണ് പറയുന്നത്. ആദ്യമേ ഒരു വീഡിയോയിൽ എനിക്കൊരു റിമൈൻഡറാണ് പറയാനുള്ളത്. ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് തീരാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഇത്രയും 9 സബ്ജക്ട്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓരോന്നിലും 2-3 ചാപ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. ലാംഗ്വേജസ് വേറെ, അല്ലാതെ സയൻസ് സബ്ജക്ട്സ് വേറെ 3, ചിലപ്പോൾ 3-അധികമോ കാണും. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ സയൻസിൽ ഒരുപാട് ചാപ്റ്റേഴ്സൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് തീരില്ല. അപ്പോൾ എനിക്ക് നിങ്ങളടുത്ത് പറയാൻ വേണ്ടിയിട്ടുള്ളത്, ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു സ്റ്റഡി പ്ലാനാണ് ഓണം എക്സാമിന് വേണ്ടിയിട്ട്. ഇത് നിങ്ങൾക്ക് ആദ്യം തൊട്ട് പഠിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ടല്ല, ഏകദേശമൊക്കെ ആയിരിക്കുന്ന ആൾക്കാർക്ക് റിവൈസ് ചെയ്യാനും അതിനുശേഷം PYQs ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു സ്റ്റഡി പ്ലാന്. പിന്നെ ഇത് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ആദ്യം തൊട്ടേ പഠിച്ച് തീർക്കാനാണെങ്കിൽ ഒരിക്കലും പറ്റില്ല. ഓരോ ചാപ്റ്റേഴ്സിനെയും ഞാൻ ഡിഫൈൻഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതെന്താണ്, ആദ്യം തൊട്ട് പഠിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ടല്ല, ഏകദേശമൊക്കെ അതായിരിക്കുന്നെങ്കിൽ ബാക്കി കൂടെ പഠിച്ച് തീർക്കാനും പിന്നെ കുറച്ച് റിവിഷൻ ചെയ്യാനും PYQs ഒക്കെ പ്രാക്ടീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റഡി ടേബിൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് എനിക്ക് ആദ്യമേ ഈ വീഡിയോയിൽ പറയാനുള്ള കാര്യം. ടൈം ടേബിൾ ഇതുവരെ കിട്ടാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട. എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് ചാനലിൻ്റെ. സോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 8th-ൻ്റെയും 9th-ൻ്റെയും 10th-ൻ്റെയും ടൈം ടേബിൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കയറി എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കുകയോ ചെയ്യാം. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ടുണ്ട്. ഈ ഒരു എക്സാമിന് നിങ്ങൾ ഒന്നും ഇതുവരെ പഠിച്ച് തീർത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് മാക്സിമം ഈ ഒരു സ്റ്റഡി ടൈം ടേബിൾ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെയും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ ടെൻസ്ഡ് ആവുക അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആവുക ഒന്നും വേണ്ട. കാരണം ഇത് ജസ്റ്റ് ഒരു ഓണം എക്സാം ആണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നമ്മുടെ ഫൈനൽ ബോർഡോ കാര്യങ്ങളോ ഒന്നും അല്ല. ഫസ്റ്റൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഞാൻ ഓണം എക്സാം അത്യാവശ്യം നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്രിസ്മസ് എക്സാമൊക്കെ ആയ സമയത്ത് ഞാനും ഒരു ബിലോ ആവറേജ് തന്നെയായിരുന്നു. ഒന്നും പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഈ ഒരു എക്സാമൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്പിരിറ്റിൽ എടുത്താൽ മതി. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട്, ചേച്ചി ഒന്നും പഠിച്ചിട്ടില്ല, ട്യൂഷന് പോകണം, വീട്ടിൽ നിന്ന് നല്ല സ്ട്രെസ് ഉണ്ട്. നിങ്ങൾ ആരെയും മൈൻഡ് ചെയ്യേണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. നിങ്ങൾക്ക് അറിയാവൂ നിങ്ങളുടെ ലെവൽ എന്താണെന്നും നിങ്ങൾ എത്രയൊക്കെ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. ഫാമിലിയുടെ പ്രഷറും അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിലെ കാര്യങ്ങളും ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇത് ആ ഒരു എക്സാം സ്പിരിറ്റിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഓണം എക്സാം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ടഫായിട്ട് കണ്ട. സ്കൂളിൽ നിന്നൊക്കെ പറയും ഗവൺമെൻറ്റിനൊക്കെ അയക്കാനുള്ളതാണ്, അത് ശരിയാണ്. പക്ഷേ അവർ ഇമ്പ്രൂവ്മെൻറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പഠിക്കാതെയും പോകരുത്. ഈ ഒരു കിട്ടുന്ന ടൈം എത്രയോ ആയിക്കോട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ഒരു 15 ദിവസത്തിനകം, 15 ദിവസമില്ല, കറക്റ്റ് നമുക്കൊരു 12-13 ദിവസം മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ മാക്സിമം പഠിക്കാൻ പറ്റുന്നിടത്തോളം ഇരുന്ന് പഠിക്കുക. ചുമ്മാ നമ്മൾ ഈ ഫോണും കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നതിന് പകരം ആവശ്യത്തിന് കാണാം. ഇപ്പോൾ ഇതുപോലെ ടിപ്സ് കാണാനോ അല്ലെങ്കിൽ സ്റ്റഡി റിലേറ്റഡ് കാര്യങ്ങൾ, അതായത് സൈലം ക്ലാസ്സുകളോ അല്ലെങ്കിൽ വേറെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കാണാൻ വേണ്ടിയിട്ടും പിന്നെ ഡൗട്ടുകൾ തീർക്കാനും ഇതുപോലത്തെ വീഡിയോസ് കാണാനും വേണ്ടി മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. അല്ലാതെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഈ ഒരു ടൈമിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി അതൊക്കെ അവോയ്ഡ് ചെയ്യാം. അപ്പം ഇനി കിട്ടുന്ന ടൈം നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഒന്ന് തീർക്കാൻ വേണ്ടി പറ്റും, നല്ലൊരു മാർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമുക്ക് സ്റ്റഡി പ്ലാൻ എന്താണെന്ന് നോക്കാം. സ്റ്റഡി പ്ലാൻ വന്നിട്ട് നമ്മൾ 3-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് August 3 മൺഡേ ആണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി എൻ്റെ വാട്സാപ്പ് ചാനലിലൊക്കെ ഫോളോ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ഈ ഒരു സ്റ്റഡി പ്ലാനിൽ 4 ദിവസം, സൺഡേയും സാറ്റർഡേയും അതിന് മുന്നേ ഉള്ള ദിവസം, ഈ ടൈം ടേബിൾ വന്നതിന് ശേഷമുള്ള ഒരു 4 ദിവസം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ലാംഗ്വേജസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ചെയ്തിട്ടില്ലാത്തവർ വിഷമിക്കേണ്ട, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലാംഗ്വേജസും കൂടെ കൊടുക്കുന്നുണ്ട്, അതും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് പോയാൽ മതി. സോ നമ്മൾ മൺഡേ ആണ് നമ്മുടെ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 3-ാം തീയതി ഓഗസ്റ്റ്, ആ ഒരു ടൈമിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ വെറും 10 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ ഓണം സിലബസ്, ഫസ്റ്റ് ടേം എക്സാമിനേഷൻ്റെ സിലബസ് നമ്മൾ കവർ ചെയ്യുന്നത്. 10 ദിവസം കൊണ്ട് നമ്മൾ കവർ ചെയ്യും, ഉറപ്പായിട്ട് നമ്മൾ കവർ ചെയ്യും. ആദ്യം തൊട്ട് പഠിക്കുകയല്ല, അത്യാവശ്യം പഠിച്ച് റിവിഷനൊക്കെ ചെയ്ത് ലാസ്റ്റ് PYQ വരെ പ്രാക്ടീസ് ചെയ്യാനുള്ള നല്ല കറക്റ്റ് ടൈം നമുക്ക് ഈ 10 ദിവസം കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ പ്ലാനിൽ ഫസ്റ്റ് വരുന്നത് മൺഡേ ആണ്. അതായത് 3-ാം തീയതിയാണ്, August 3 മൺഡേ ആണ്. അന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 2 സബ്ജക്ട്സ് ആണ്, മാത്സും അതുപോലെ തന്നെ ഫിസിക്സും. അപ്പോൾ നിങ്ങളിത് കേട്ടിട്ട് പേടിക്കുകയൊന്നും വേണ്ട. ഒരു ദിവസം ഇങ്ങനെ 2 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 2 സബ്ജക്ട്സ് അതൊക്കെ ഉറപ്പായിട്ടും പറ്റും. നിങ്ങൾ ആ ഒരു എക്സാം ചൂടിലാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് ഒരു മാസം കൊണ്ട് SSLC ബോർഡിൽ തന്നെ ഫുൾ എക്സാം സിലബസും പഠിച്ചെടുക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 10 ദിവസം കൊണ്ട് എന്തായാലും ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും, അത് യാതൊരു സംശയമില്ല. സോ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റഡി പ്ലാനിൽ ഫസ്റ്റ് ചെയ്യുന്നത് മാത്സ് ആണ്. മാത്സിൽ നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അരിത്തമെറ്റിക് സീക്വൻസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്
തരുമെന്ന്. ആക്ച്വലി അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത് PYQ തന്നെയാണ് ഉള്ളത്. PYQ തന്നെ ഒരു 2-3 തൊട്ടെടുത്ത് വായിക്കുക. അതുപോലെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സൈലം ക്ലാസ്സുകളൊക്കെ കാണാം. ഞാൻ മാത്സ് കൂടുതലല്ല, ഞാൻ മാത്സ് കണ്ടത് സൈലത്തിൽ നിന്നാണ്. അപ്പം സൈലത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫൂഫു സാറായിരുന്നാലും എല്ലാവരും 3 പേരും, എനിക്ക് 3 പേരെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരുടെ ക്ലാസ് അത്രയ്ക്ക് അടിപൊളിയാണ്. ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള ഞാൻ മാത്സ് സ്റ്റുഡൻ്റ് ആയിരുന്നു, ബിലോ ആവറേജ് ആയിരുന്നു. എന്നിട്ടും എനിക്ക് A വാങ്ങി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റും ഫൂഫു മാഷിനും അതുപോലെ തന്നെ AD സാറിനും ഒക്കെയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്നത് സൈലത്തിൻ്റെ ക്ലാസ്സുകൾ, മാത്സ് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണണം. ഞാൻ യൂട്യൂബ് ക്ലാസ്സുകളാണ് കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ പൈസ കൊടുത്ത് അവരുടെ ട്യൂഷന് ചേർന്നവരാണെങ്കിൽ ഓക്കെ, അവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ തരും. പക്ഷെ ഞാൻ അല്ലാതെയാണ് പഠിച്ചത്. ദെൻ അതേ ദിവസം തന്നെ ഫിസിക്സ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട് വേവ്സ് ആണ്. ഈ 2 ചാപ്റ്റേഴ്സും ആക്ച്വലി അത്യാവശ്യം നല്ല ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. അതുകൊണ്ട് നമുക്കിത് രണ്ടും ഒരു ദിവസം തീർക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. ഞാൻ നിങ്ങളുടെ ടൈമൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ ടൈമുകളൊക്കെ ടാലി ആക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട, ഉറപ്പായിട്ടും പറ്റും. അടുത്തത് 4-ാം തീയതിയാണ്. 4-ാം തീയതി ഓഗസ്റ്റ് ട്യൂസ്ഡേ ആണ്. ട്യൂസ്ഡേ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് മാത്സ് തന്നെയാണ്. മാത്സ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളത് കൊണ്ട് മിക്ക ദിവസങ്ങളിലും നമ്മൾ മാത്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ മാത്സിൻ്റെ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ 4-ാം തീയതി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഓൾസോ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററും പിന്നെ ഹിസ്റ്ററിയുടെ ചാപ്റ്റർ 1 ഹ്യൂമാനിസം. ഈ 3 സബ്ജക്ട്സ് ആണ് നമ്മൾ ആ ദിവസം പഠിക്കുന്നത്. ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറയുന്നില്ല, ഇത് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു. അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങുന്ന ഇനിയാണ് പഠിച്ചു തുടങ്ങുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു പകുതിയെങ്കിലും നിങ്ങൾ പഠിച്ചെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു 3 സബ്ജക്ട്സ് നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും ഒരു ദിവസം കൊണ്ടൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ഒരു കുട്ടിക്കാണെങ്കിൽ നന്നായിട്ട് റിവൈസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാത്ത കുട്ടികളാണെങ്കിൽ, നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്കും അതിൻ്റെ ഒരു പകുതിയെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നതാണ്. സമയം കളയാതെ പെട്ടെന്ന് പഠിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ പകുതിയിൽ കൂടുതലെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. വെനസ്ഡേ ഓഗസ്റ്റ് 5, അതായത് വെനസ്ഡേ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 3 സബ്ജക്ട്സ് ആണ്. അതിലൊന്ന് മാത്സും ബയോളജി ആൻഡ് ജിയോഗ്രഫി. മാത്സിലെ അരിത്തമെറ്റിക് സീക്വൻസ് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം പഠിച്ചു തുടങ്ങുന്ന ആളായിരുന്നാലും റിവിഷൻ ചെയ്യുന്ന ആളായിരുന്നാലും എന്തായാലും ഒരു ദിവസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാത്സ് സബ്ജക്റ്റ് തീർക്കാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ സയൻസിലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ചാപ്റ്റേഴ്സ് ആണെങ്കിലും. അതുകൊണ്ട് നമ്മൾ വീണ്ടും അരിത്തമെറ്റിക് സീക്വൻസ് തന്നെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ അന്ന് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് ഫുൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ദിവസമായിട്ട് കാണണം. ബാക്കി പോർഷൻസ് കൂടെ അരിത്തമെറ്റിക് സീക്വൻസിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ടൈമാണ് ഈ 5th ഓഗസ്റ്റ് എന്ന് പറയുന്നത്. ബയോളജി ആണെങ്കിൽ ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. പഠിക്കുകയല്ല, ബയോളജി ആ ചാപ്റ്ററൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് പുതിയ ടേംസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ലാസ്റ്റ് ആ ഒരു കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. ഈ ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ലാസ്റ്റത്തെ ആ ഒരു ഏരിയ ആണ്. അതായത് ആ മ്യൂട്ടേഷൻ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ നന്നായിട്ട് നോക്കണം. അതിന് മുന്നേ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നോൺ ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയില്ല, ഞാൻ കഴിഞ്ഞ വർഷം പഠിച്ചതായതുകൊണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ നോക്കി വെക്കണം. അതായത് ഇൻഹെറിറ്റ് ചെയ്ത ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മെൻ്റൽസ് ലോ ഒക്കെ പഠിക്കില്ലേ, ആ ഒരു ഏരിയ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മെൻ്റൽസ് ലോ എന്നൊക്കെ പറയുന്ന ആ ഏരിയ. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് വേറെ ഇത് നോക്കിയില്ലെങ്കിലും അവിടെ കുറച്ച് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ നന്നായിട്ട് നോക്കണം. പിന്നെ ജിയോഗ്രഫിയിൽ തന്നെ നമ്മൾ അന്ന് പഠിക്കുന്നത് വെതർ ആൻഡ് ക്ലൈമറ്റ് ആണ്. അത് ജിയോഗ്രഫി ആക്ച്വലി സിമ്പിളായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഇതുപോലെ പഠിക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് ആണ്, ചാപ്റ്ററാണ്. അപ്പം ജിയോഗ്രഫിയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വെതർ ആൻഡ് ക്ലൈമറ്റ് ആണ്. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7 കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വെതർ അങ്ങനെ ഓർ ക്ലൈമറ്റ് എന്ന് പറയുന്ന ഏതോ ഒരു ഏരിയ ആണ്, കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തരാം. അതായത് ആൾട്ടിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ്, പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സ്ലോപ്പ്, അങ്ങനെ ഒരു 7 കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ആ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതാണ്. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. 6-ാം തീയതി തേഴ്സ്ഡേ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മാത്സ്, ഫിസിക്സ് ആൻഡ് ഹിസ്റ്ററി ആണ്. മാത്സിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്.
അത് ആക്ച്വലി ഭയങ്കര എളുപ്പമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ. പിന്നെ ലാസ്റ്റൊക്കെ ആവുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് വളഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പം നിങ്ങൾ ഓണം എക്സാമിന് നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്ന് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. ആർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഈ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്ക് പുഷ്പമായിട്ടൊരു 3, 4 അല്ലെങ്കിൽ 5 മാർക്കൊക്കെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ ഏത് നോക്കിയില്ലെങ്കിലും നിങ്ങൾ സിമ്പിളായിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ നോക്കി വെച്ചിട്ട് പോകണം. അടുത്ത് നമ്മൾ ഫിസിക്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് ലെൻസസ് ആണ്. ലെൻസസിൽ വരയ്ക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. കാരണം നമുക്ക് റേ ഡയഗ്രാം ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാൻ ചാൻസ് കൂടുതലൊന്നല്ല, ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ അത് പഠിക്കുക. ദെൻ ഹിസ്റ്ററിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ആ ഒരു ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് നോക്കുക. ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. 7-ാം തീയതി ഫ്രൈഡേ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മാത്സ്, കെമിസ്ട്രി ആൻഡ് ജിയോഗ്രഫി ആണ്. മിക്ക ദിവസങ്ങളിലും മാത്സും സോഷ്യൽ സയൻസും കെമിസ്ട്രിയും കയറി വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമുക്ക് ഒരുപാട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ 3 സബ്ജക്ട്സ് മെയിനായിട്ട് എല്ലാ ദിവസവും ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പോർഷൻസ് പഠിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മളന്ന് മാത്സിൽ നോക്കാൻ വേണ്ടി പോകുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആണ്. എനിക്ക് ആ ചാപ്റ്ററിനെ കുറിച്ചിട്ട് വലിയ ധാരണകളില്ലാത്തത് കൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് കാണുക. ആ ചാപ്റ്റർ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് 2 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കെമിസ്ട്രി ആണെങ്കിൽ നമ്മൾ അന്ന് പഠിക്കേണ്ടത് ചാപ്റ്റർ 2 ആണ്. ചാപ്റ്റർ 2 എന്ന് പറയുമ്പോഴത്തേനും കുറച്ച് മെഡിസിൻസിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അഡീഷൻ റിയാക്ഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഒക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് കെമിസ്ട്രിയുടെ ചാപ്റ്റർ 2 എന്ന് പറയുന്നത്. അവിടെ ഞാൻ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് അല്ലെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുമെന്ന് പറയുന്നത് ഒരു ഏരിയ ഞാൻ പറഞ്ഞുതരാം. ആ ഒരു ചാപ്റ്ററിൻ്റെ അവസാനം നമുക്ക് കുറച്ച് മെഡിസിൻസിൻ്റെ ടേബിൾ തന്നിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങൾക്ക് മിക്ക പരീക്ഷകളിലും ആ ഒരു ടേബിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാതെ പഠിക്കണോ? അത് കാണാതെ പഠിക്കണം. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുപോലെ ആ ഒരു ടേബിൾ അതുപോലെ ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 വേർഡ് ആയിട്ട് ചോദിക്കാനും ചാൻസ് ഉണ്ട്. ആ ഒരു ടേബിൾ അതായത് മെഡിസിൻസിൻ്റെ ഒരു ടേബിളാണ് ചോദിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ എസെൻസ് ഉണ്ടല്ലോ, എസെൻസ് ഓർ സ്മെല്ലിൻ്റെ ഒരു ടേബിളും കൂടെ ഉണ്ട്. പൈനാപ്പിൾ, ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട്, ബെൻസീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങൾ പഠിക്കണം. അതും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ചാപ്റ്ററിൽ തന്നെ ഒരുപാട് ടേബിൾസ് ഉണ്ട്. ഒരു ടേബിളും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പോളിമേഴ്സിൻ്റെ ഒരു ടേബിൾ ഉണ്ട്. അതായത് ടെഫ്ലോൺ, പോളിമർ, പിന്നെന്താണ് മറ്റേ പോളി ഈതേൻ എന്നൊക്കെ പറയുന്ന ഒരു ടേബിൾ കൂടെ വരുന്നുണ്ട്. ആ ടേബിൾ കൂടെ നിങ്ങൾ പഠിക്കണം. അതും ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ കുക്കിംഗ് യൂട്ടൻസിലായിട്ടുള്ള കുക്ക് വെയറിൻ്റെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ആ ഒരു കോട്ടിംഗ് എന്താണെന്ന് ചോദിക്കും. അതായത് ടെഫ്ലോൺ ആണ്, അതെന്താണ്, പോളിമർ എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ആ ഒരു ഏരിയയിൽ, ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ടേബിൾസ് നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. അവിടെ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കണം. ജിയോഗ്രഫി ആണെങ്കിൽ ക്ലൈമാറ്റിക് റീജിയൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. വളരെ സിമ്പിളാണ്. ആക്ച്വലി ജിയോഗ്രഫി തന്നെ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത് സോഷ്യൽ സയൻസിൽ ജിയോഗ്രഫിയാണ്. ഹിസ്റ്ററി അത്ര എളുപ്പമല്ല. പക്ഷേ ജിയോഗ്രഫി അങ്ങനെയല്ല. നമുക്കത് ഷോർട്ട് നോട്ട് ഉണ്ടാക്കി സിമ്പിളായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഒരുപാട് കുട്ടികളാണ് എൻ്റെ അടുത്ത് ഡെയിലി മെസ്സേജ് അയച്ച് ചോദിക്കുന്നത്, ചേച്ചി എങ്ങനെയാണ് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തായാലും വീഡിയോ ചെയ്യാം. ഞാൻ ഏറ്റവും കൂടുതൽ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയത് ജിയോഗ്രഫി ആയിരുന്നു. ജിയോഗ്രഫി ആ ഒരു ഷോർട്ട് നോട്ട് മാത്രം വായിച്ചിട്ടാണ് ഞാൻ മിക്ക എക്സാംസും എഴുതിയിരുന്നത്. ആൻഡ് എപ്പോഴും എനിക്ക് നല്ല മാർക്കും കിട്ടുമായിരുന്നു. അപ്പം ജിയോഗ്രഫിയിൽ നിങ്ങൾ അന്ന് പഠിക്കേണ്ടത് ക്ലൈമാറ്റിക് റീജിയൻ ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. എങ്ങനെയാണെന്ന് ക്ലിയർ ആയിട്ട് ഷോർട്ട് നോട്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. 8-ാം തീയതി സാറ്റർഡേ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ബയോളജിയും ഫിസിക്സും ആണ്. ബയോളജിയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പാർട്സ് ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം എൻ്റെ പകുതി വരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ വർഷം എങ്ങനെയാണെന്ന് അറിയില്ല. ഒരുപാട് കുട്ടികൾ കമൻറ്റ് ചെയ്തു, ചേച്ചി ആ ചാപ്റ്റർ ഫുൾ ഉണ്ടെന്നാണ് പറയുന്നതെന്ന്. പക്ഷേ കഴിഞ്ഞ വർഷം അത് പകുതി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഈ വർഷവും നിങ്ങൾക്കത് പകുതി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മൾ അന്ന് തന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ചാപ്റ്ററാണ് ഫിസിക്സിലെ കളർ ആൻഡ് വിഷൻ എന്ന് പറയുന്ന വേൾഡ് ഓഫ് കളർ ആൻഡ് വിഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഫിസിക്സിൽ നിന്നൊക്കെ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഈ കളർ ആൻഡ് വിഷൻ എന്ന് പറയുന്നത്. ബേസിക് നോളജാണ് ആ ഒരു ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചുമ്മാ വായിച്ചാൽ തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ 9-ാം തീയതി സൺഡേ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കെമിസ്ട്രിയുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററും ഭയങ്കര സിമ്പിളാണ്. ഭയങ്കര സിമ്പിളെന്ന് പറയുന്നില്ല, ലാസ്റ്റ് കുറച്ച് ടഫാണ്. പക്ഷേ ആ ഒരു ചാപ്റ്ററിൻ്റെ പകുതി വരെയാണ് കഴിഞ്ഞ വർഷം ചോദിച്ചത്. പക്ഷേ ഈ വട്ടം വീണ്ടും കുട്ടികൾ പറയാണ് പകുതി വരെ അല്ല ഫുള്ളുണ്ടെന്ന്. നിങ്ങളുടെ സ്കൂളിൽ എന്താണോ പറയുന്നത് നിങ്ങൾ അത് മാത്രമേ ഫോളോ ചെയ്യാവൂ. അല്ലാതെ ഓൺലൈൻകാർ പറയുന്നത് നിങ്ങൾ അധികം കേൾക്കാൻ വേണ്ടി പോകേണ്ട. നിങ്ങളുടെ സ്കൂളുകാർ എന്താണ് പറയുന്നത്, ടീച്ചേഴ്സ് എന്താണ് പറയുന്നത്, അത് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പം ആ ഒരു ചാപ്റ്റർ, പീരിയോഡിക് ടേബിളിൻ്റെ ആ ഒരു ചാപ്റ്റർ അത്യാവശ്യം
മോഡറേറ്റ് ആണ്, അതായത് ഒരുപാട് ടഫും അല്ല എന്നാൽ തീരെ സിമ്പിളും അല്ല. കുറച്ച് ബ്രെയിനൊക്കെ യൂസ് ചെയ്യേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ് ഈ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന കെമിസ്ട്രിയുടെ 3rd ചാപ്റ്റർ. അടുത്ത് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് സോഷ്യൽ അനാലിസിസ് ആൻഡ് സംതിങ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. അത് ആക്ച്വലി ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മാത്രം മതി. അതിൽ നിന്ന് ഒരുപാട് മാർക്കിനൊന്നും ചോദിക്കില്ല, എന്നാലും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത്. ബോർഡ് എക്സാമിനൊക്കെ സാറുമാരൊക്കെ അതായത് ഓൺലൈൻ ക്ലാസ്സിലെ സാറുമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അതിൽ നിന്ന് വെയിറ്റേജ് കുറവാണ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന്. പക്ഷേ വളരെ സിമ്പിളാണ്, പഠിച്ച് എഴുതി കഴിഞ്ഞാൽ മാർക്ക് ഉറപ്പാണ്. ഈ സൺഡേ തന്നെ നമ്മൾ നോക്കുന്നത് 2 സബ്ജക്ട്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അന്ന് തന്നെ ലാംഗ്വേജസ് ഒക്കെ ആഡ് ചെയ്ത് വായിക്കാനോ റിവിഷൻ ചെയ്യാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. സോ ഈ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഏകദേശം എല്ലാം പഠിച്ച് തീർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പഠിച്ച് തീർക്കും എന്നതാണ് എൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഈ ഒരു ദിവസം കൊണ്ട് നമ്മളെല്ലാം പഠിച്ച് തീർത്തിട്ട് മൺഡേ 10th നമ്മൾ ചെയ്യുന്നത് മാത്സിൻ്റെ ഫുൾ റിവിഷൻ ആണ്. ഫുൾ റിവിഷൻ വിത്ത് PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് മാത്സ് ആണ് നമ്മൾ മൺഡേ സ്കൂളിൽ നിന്ന് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഓൾസോ ജിയോഗ്രഫിയുടെ നമുക്കൊരു ചാപ്റ്റർ തീർക്കാൻ വേണ്ടിയിട്ടുണ്ട്. കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ അതിൽ മെയിനായിട്ട് നോക്കേണ്ടത് ആ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഒരു ടേബിൾ ഉണ്ട്. ആ ഒരു ടേബിൾ ഒരു വലിയ ടേബിളാണ്. ആ ഒരു ടേബിൾ നിങ്ങൾ നോക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അന്ന് നമ്മൾ മാത്സിൻ്റെ ഫുൾ റിവിഷൻ ചെയ്യണം. PYQ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ ഫുൾ റിവിഷൻ നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. നെക്സ്റ്റ് ഡേ ട്യൂസ്ഡേ ആണ്. ട്യൂസ്ഡേ 11ാം തീയതിയാണ്. അന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ ഫുൾ റിവിഷൻ ആണ്. പിന്നെ അന്ന് തന്നെ നിങ്ങൾക്ക് ലാംഗ്വേജസ് പഠിക്കാനോ റിവൈസ് ചെയ്യാനോ ഉണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ വെനസ്ഡേ 12ാം തീയതിയാണ്. അന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് മാത്സിൻ്റെ തന്നെ കംപ്ലീറ്റ് റിവിഷൻ ആണ്. അന്ന് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് മാത്സ് കംപ്ലീറ്റ് റിവിഷൻ ചെയ്യാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് അന്ന് നമ്മൾ പകുതി ചെയ്യുന്നു. പിന്നെ അതിനുശേഷം വെനസ്ഡേ നമ്മൾ മാത്സിൻ്റെ തന്നെ ഒരു കംപ്ലീറ്റ് റിവിഷൻ ചെയ്യുകയാണ്. പിന്നെ സയൻസും സോഷ്യൽ സയൻസും ഒക്കെ നമ്മൾ അന്ന് തന്നെയാണ് ചെയ്യുന്നത്. അന്ന് നമ്മൾ ചുമ്മാ റിവിഷൻ മാത്രമല്ല, PYQസും കൂടെ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും PYQസ് വെറുതെ എങ്കിലും നിങ്ങൾ നോക്കണം. കാരണം നിങ്ങൾക്കത് നോക്കിയാൽ മാത്രമേ ഇവിടെ നിന്നൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വരുള്ളൂ എന്ന് അറിയത്തുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എക്സാമിന് മുന്നേ ഞാൻ PYQയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഷോർട്ട് നോട്ട്സിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും ടെൻഷൻ വേണ്ട, നമുക്ക് സിമ്പിളായിട്ട് ഓണം എക്സാം ക്രാക്ക് ചെയ്യാം. ഇപ്പോൾ തന്നെ ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ടായി കാണും, ചേച്ചി എന്തുകൊണ്ട് ലാംഗ്വേജ് ഇൻക്ലൂഡ് ചെയ്തില്ല എന്ന്. ലാംഗ്വേജ് ഒക്കെ നിങ്ങളുടെ സമയം അനുസരിച്ചും സൗകര്യം അനുസരിച്ച് പഠിക്കുക. ഒരുപാട് ഇമ്പോർട്ടൻസ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ലാംഗ്വേജസ് ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഇപ്പം ഒരു ദിവസം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 2-3 സബ്ജക്ട്സ് ആണ് പഠിക്കുന്നത്. ഈ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് സമയമുണ്ടെങ്കിൽ ഓരോ ലാംഗ്വേജസ് ആയിട്ട് തീർത്ത് വരണം. എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്കറിയാം. ഇല്ലെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രിപ്പയർ ആയിട്ട് ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ എന്താണ്, ഇപ്പോൾ PYQs ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ഒന്നും ടെൻഷൻ അടിക്കേണ്ട. ഈ ഒരു സ്റ്റഡി ടൈം ടേബിൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട്. ബയോയിൽ പോയിട്ട് അവിടെ ഞാൻ ഈ ഒരു സ്റ്റഡി പ്ലാൻ കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോയിൽ പറയുമ്പോൾ കൺഫ്യൂഷൻ ആണെന്ന് അറിയാം, പക്ഷേ ഒരുപാട് കുട്ടികൾ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോയിൽ പറയുമ്പോൾ കൺഫ്യൂഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട. ഒന്നെങ്കിൽ പ്രിൻ്റ് എടുക്കുകയോ അല്ലെങ്കിൽ എഴുതുകയോ നിങ്ങൾ ചെയ്യുക. എനിവേ ഞാൻ ആ സ്റ്റഡി പ്ലാൻ എന്തായാലും എൻ്റെ വാട്സപ്പ് ചാനലിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ഈ ഒരു സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ്ലി എടുക്കാവുന്നതാണ്. അതിൽ ഞാൻ പഠിക്കാനുള്ള ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സും ഹിന്ദിയും ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും അനുസരിച്ച് പഠിച്ചു നോക്കൂ. അപ്പോൾ അതാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട, നമുക്ക് എല്ലാം ശരിയാക്കി എടുക്കാം. ഈ ഓണം എക്സാം ഒന്നും അത്ര സീരിയസ് ആയിട്ട് നിങ്ങൾ കാണണ്ട. ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോഴേ പറയുന്നൊരു ടെൻഷനാണെന്ന്. ടെൻഷൻ ഒന്നും അടിക്കേണ്ട, സിമ്പിളായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാം. ഈ ഒരു പ്ലാൻ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ബൈ.